വയനാട്ടിൽ ജോയിന്റ് കൗൺസിൽ നേതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജീവനക്കാരിയെ പരിഹസിച്ച് CPI നേതൃത്വം. ജീവനക്കാരിയുടെ പരാതി ഇന്റേണൽ കമ്മിറ്റി തള്ളിയതാണെന്നും ഇതിനുശേഷമാണ് ആത്മഹത്യാ ശ്രമം നടന്നതെന്നും CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബുവിന്റെ പരിഹാസമുണ്ടായി. എന്നാൽ ജീവനക്കാരിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ജോയിന്റ് കൗൺസിൽ നേതാവിനെ സ്ഥലം മാറ്റണമെന്ന ഇന്റേണൽ കമ്മിറ്റിയുടെ ശുപാർശ അവഗണിച്ച കൃഷി വകുപ്പും സ്ഥലം മാറ്റം നിർദ്ദേശിച്ച ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃത ന്യൂസിന് ലഭിച്ചു. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ മാസം 27-നാണ് ജോയിന്റ് കൗൺസിൽ നേതാവ് പ്രജിത്തിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ വനിതാ ജീവനക്കാരി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ സഹപ്രവർത്തകനും ജോയിന്റ് കൗൺസിൽ നേതാവുമായ പ്രജിത്ത് മാനസികമായി പീഡിപ്പിച്ചതെന്നായിരുന്നു ജീവനക്കാരിയുടെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യുവതി നേരത്തെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കമ്മിറ്റി പരാതി തള്ളിയെന്നും ഇതിനുശേഷമാണ് ആത്മഹത്യാ ശ്രമമെന്നും യുവതിയെ പരിഹസിച്ചും ജോയിന്റ് കൗൺസിൽ നേതാവിനെ സംരക്ഷിച്ചുമുള്ള CPI ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ഇന്റേണൽ കമ്മിറ്റിയുടെ തീരുമാനം ഇവരുടെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണൽ പരിശോധിച്ച് അത് ശരിയല്ല എന്ന് വിധി എഴുതി ഇത് തള്ളിയതാണ്. അതിനുശേഷം ആ സമയത്ത് കഴിഞ്ഞ 7-ാം മാസത്തിൽ ഇവര് ഈ പറയുന്ന സ്ത്രീ പോലീസിൽ പരാതി കൊടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഉണ്ട്. 7-ാം മാസത്തിലുള്ള കാര്യമാണ്. കൂടാതെ വനിതാ കമ്മീഷനിൽ അവർ പരാതി കൊടുത്തു. വനിതാ കമ്മീഷൻ അവരെ വിളിപ്പിച്ചിരുന്നു. ആ വനിതാ കമ്മീഷൻ കഴിഞ്ഞ സിറ്റിംഗിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ പരാതിക്കാരിയോട് പറഞ്ഞു വിട്ട് അതിനുശേഷം മണിക്കൂറുകൾക്കകമാണ് ഈ സ്ത്രീ അവിടെ വന്ന് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. എന്നാൽ CPI നേതൃത്വത്തിന്റെ വാദങ്ങൾ തള്ളുന്നതാണ് ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട്. പരാതിക്കാരിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ജീവനക്കാരനെ സ്ഥലം മാറ്റണമെന്ന ശുപാർശ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മനഃപൂർവ്വം വൈകിപ്പിച്ചു. ആരോപണ വിധേയനായ ജോയിന്റ് കൗൺസിൽ നേതാവ് പാർട്ടി നേതൃത്വത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് പരാതിക്കാരിയെ തന്നെ സ്ഥലം മാറ്റി. ഈ മനോവിഷമത്തിലായിരുന്നു ജീവനക്കാരിയുടെ ആത്മഹത്യാ ശ്രമം. ഈ വിഷയത്തിൽ ഇടത് അനുകൂല സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയെ അവഹേളിച്ചും പാർട്ടിയുടെ സർവീസ് സംഘടനാ നേതാവിനെ സംരക്ഷിച്ചുമുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.